ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഈ സത്യസരണിയൊക്കെ നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സമയത്ത് തന്നെ വലിയ ആവശ്യം ഉയർന്നതാണ് സത്യസരണിക്കെതിരെ. കാരണം ഈ വിദേശത്തു നിന്നും ഹവാല ഇടപാടുകൾ നടന്നതും രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ നടന്നതിനും ഒക്കെ സത്യസരണിക്കുള്ള പങ്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്നാണ് അവിടെയും ഇത്തരത്തിലുള്ള റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഓരോ സംഘടനകളും നിരോധിക്കുമ്പോൾ മറ്റൊരു പേരിൽ വരുന്നു. ഈ പ്രവർത്തകർ എവിടെ പോകുന്നു എന്ന ചോദ്യം നിലനിൽക്കുന്നു. അവർ തൽക്കാലത്തേക്കൊന്ന് ഉൾവലിഞ്ഞാലും പിന്നീട് മറ്റൊരു രൂപത്തിൽ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു സംഘടന തന്നെ വീണ്ടും വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളൊക്കെയും. ഇതിനെതിരെ എന്ത് ചെയ്യാനാകും ഇനിയും എന്നത് ആശങ്കയാവുന്നു. മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന സത്യസരണി എന്നത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കാണാതാവുകയും തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ബലം പ്രയോഗിച്ചും പ്രലോഭിപ്പിച്ചും മതപരിവർത്തനം നടത്തുന്ന ഒരു സ്ഥാനമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇന്ത്യ ടുഡേ ഒരിക്കൽ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അവിടെ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. വളരെ വ്യാപകമായ മതപരിവർത്തനം, അവിടെ പ്രണയം നടിച്ച് അവിടെ എത്തിക്കുന്ന ആളുകളെ മതപരിവർത്തനം ചെയ്യിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ നിരവധി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്കും ഇതിനെ സംബന്ധിച്ച് നല്ല ധാരണ ഉള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഈ സത്യസരണി ഇതുപോലെ വ്യാപകമായ മതപരിവർത്തനം നടത്തുന്ന കേന്ദ്രമാണ് എന്ന അറിവിന്റെ അടിസ്ഥാനത്തിലും ഈ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപ സ്വദേശത്തും വിദേശത്തു നിന്നും നിയമവിരുദ്ധമായ വഴികളിലൂടെ എത്തിച്ചേരുന്നതാണെന്ന ബോധ്യത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അത് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു എങ്കിലും വ്യത്യസ്തമായ പേരുകളിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ SDPI പോലെ മറ്റു പല പേരുകളിൽ ഒരുമിച്ച് കൂടുന്നതായും അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഊട്ടി സീൽ ചെയ്ത അവരുടെ സ്ഥാപനങ്ങൾ പലതും മറ്റു പല പേരുകളിലും മറ്റു സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അന്വേഷണ ഏജൻസികൾ കാര്യക്ഷമമായി നടപടിയെടുത്തില്ലെങ്കിൽ നിരോധനം തന്നെ പ്രശ്നമായി തീരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇപ്പൊ SDPI അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കുറച്ചു ദിവസമായി ജയിലില്ല. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് PFI നിരോധിച്ചു. PFIയുടെ നേതാക്കന്മാർ നേരെ അറസ്റ്റിലാകപ്പെടാത്ത റിമാൻഡിലാകാത്ത ആളുകൾ SDPI പ്രവർത്തിക്കുകയാണ്. അവരവരുടെ പ്രവർത്തനം ഉറങ്ങി നടത്തുകയാണ്. അവര് ഹവാല ഇടപാടുകളും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകളും നടത്തുകയാണ്. അത്തരമൊരു കേസിലാണല്ലോ ഇപ്പോ PFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പിടിയിലായിരിക്കുന്നത്. ധാരാളം ആളുകൾക്ക് ഇതിൽ കൂട്ടുത്തരവാദിത്വമുണ്ട്, കൂട്ടുപ്രതികളാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിരോധനം കൊണ്ട് അഥവാ PFIയുടെ നിരോധനം കൊണ്ട് എന്താണോ ഈ രാജ്യം ഉദ്ദേശിച്ചത് ആഗ്രഹിച്ചത് അതിനനുസൃതമായ എല്ലാ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അന്വേഷണ സംഘം അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ ബന്ധപ്പെട്ട ആളുകളെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഉരുക്കുമുഷ്ടികൊണ്ട് ഇവരെ നേരിടേണ്ടതുണ്ട്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ ലവ് ജിഹാദിന്റെ പേരിൽ പ്രണയം നടിച്ചുള്ള പ്രണയക്കെണിയിൽപ്പെടുത്തി മതപ്രവർത്തനം നടത്തുന്ന ആ പ്രവർത്തനത്തിന് ഇപ്പൊ അല്പം കുറവ് വന്നിട്ടുണ്ട്. കുറവ് വരാൻ കാരണം സത്യസരണി പോലെ PFIയുടെ നിയന്ത്രണത്തിലുള്ള പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതാണ്. നേരത്തെ പോലീസുകാർക്ക് പോലും കേരളത്തിൽ അങ്ങോട്ട് പോകാറില്ല. മറ്റ് നിയമപാലകർക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കുകളെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് PFIയുടെ കേന്ദ്രങ്ങളൊക്കെ. അവിടെ നടക്കുന്ന ഇടപാടുകളെല്ലാം ദുരൂഹമായിരുന്നു. അവിടെ എത്തിപ്പെട്ട് പുറത്തു വന്ന പലരും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഭീതിജനകമായ സംഭ്രമജനകമായ കാര്യങ്ങൾ ലോകത്തോട്
പറയുകയും എഴുതുകയും പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകൃതമാവുകയും ചെയ്തിട്ടുണ്ട്. അതിഭീകരമാണ് കാര്യങ്ങൾ. നമ്മൾ പുറത്തു പറയുന്ന ഈ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യവും സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നും ഇല്ലാത്ത, ഇതിനെല്ലാം അടിച്ചമർത്തുന്ന മതപരിവർത്തന കേന്ദ്രങ്ങളാണ്, പീഡന കേന്ദ്രങ്ങളായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അതിശക്തമായി ഇത്തരം പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഇരുമ്പഴിക്കുള്ളിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി. നമുക്കറിയാം ഹിന്ദു ഐക്യവേദി സത്യസാരണിക്കെതിരെ അന്ന് നടത്തിയ ഒട്ടേറെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെയാണ് അന്ന് ഇത് പൂട്ടിക്കുന്നതിലേക്കുള്ള ഫലം കണ്ടത്. പക്ഷേ വീണ്ടും ഇതെല്ലാം തഴച്ചു വളരുന്നുണ്ട് സംസ്ഥാനത്ത് എന്നുള്ളതാണ് ആശങ്കാജനകമായി മാറുന്നത്.